ഒരു കാലത്ത് പാകിസ്ഥാൻ വിതച്ചതല്ല എന്നവർ കൊയ്തു തുടങ്ങി എന്ന് പറയേണ്ടി വരും. ബലൂചിസ്ഥാൻ പാക് സൈനികർക്ക് പോലും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ഇടമായി മാറുന്നു. പ്രക്ഷോഭം ആളിക്കത്തുന്നു. ഒരു കാലത്ത് സഹായിച്ച താലിബാൻ ഇന്ന് ശത്രുവിൻ്റെ ഭാവത്തിലാണ്. അതിർത്തി കടന്നും അവർ പാക് സൈന്യത്തെ കൊന്നൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത ചൈനയുമായി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ തുടങ്ങിവെച്ച കരാറുകൾ പൊളിഞ്ഞൊടുങ്ങുന്നുവെന്നാണ്. അതിനിടയിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം ആളിക്കത്തുന്നു എന്നു മാത്രമല്ല, അവിടുത്തെ പ്രധാന ഹൈവേ ആയ കാരക്കോരം ഹൈവേ ജനങ്ങൾ ഉപരോധിച്ചിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ട്രക്കുകളാണ് കെട്ടിക്കിടക്കുന്ന ചരക്കുമായി, അതായത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ചരക്കുമായി വന്ന ആയിരക്കണക്കിന് ട്രക്കുകൾ ഈ കാരക്കോരം ഹൈവേയിൽ, അതായത് ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ഒക്കെ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന പ്രധാന ഹൈവേ ആണിത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയാണ്. ഈ ഹൈവേ ആണ് ജനങ്ങൾ ഉപരോധിച്ചിരിക്കുന്നത്. ഇവരെ നിലയ്ക്ക് നിർത്താനോ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനോ ഇതുവരെ പാക് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാക് ഒക്കുപ്പേഡ് കാശ്മീരിൽ, പാക് അധിനിവേശ കാശ്മീരിൽ വലിയ രൂക്ഷമായ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധിയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ അനവധി ചെറിയ ജലവൈദ്യുത പദ്ധതികളുണ്ട്. ഈ പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതി പാകിസ്ഥാൻ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഇവിടെ വളരെ ദീർഘമായ പവർ കട്ട്, അതായത് 12 മണിക്കൂർ 14 മണിക്കൂറും മറ്റുമൊക്കെ പവർ കട്ട് നടത്തുകയും വലിയ ഭീമമായ ബില്ല് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ തങ്ങളെ എപ്പോഴും രണ്ടാം കിട പൗരന്മാരെ കാണുകയും തങ്ങളെ കൊള്ളയടിക്കുകയുമെന്നാണ് പറയുന്നത്. ഇപ്പോഴേതായാലും പ്രക്ഷോഭം വളരെ ശക്തമായി തന്നെ ആളിക്കത്തുന്നു. ഹുൻസ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ഇപ്പോൾ ഓൾ പാർട്ടി ട്രേഡേഴ്സ് അസോസിയേഷൻ കൂടി ഇതിനെ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ ട്രക്കുകൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത് മൂലം മറ്റൊരു പ്രതിസന്ധി പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നു. കാരണം നിലവിൽ പാകിസ്ഥാനിൽ സാധനങ്ങൾക്കൊക്കെ തീപിടിച്ച വിലയാണ്. വലിയ വിലക്കയറ്റം കൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രക്ഷോഭമുണ്ട്. ഇനിയും ട്രക്കുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. കാരണം വിലക്കയറ്റത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും പണപ്പെരുപ്പത്തിലുമൊക്കെ പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് ഇപ്പോൾ ഈ ചരക്കുകളുമായി വരുന്ന ട്രക്കുകൾ കൂടി ബ്ലോക്കായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഏതായാലും പുതിയ പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ സ്ഥാപിക്കാമെന്ന് പാക് അധികൃതർ പറയുന്നുണ്ടെങ്കിലും പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്ന കാലങ്ങളായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ പുതുമയൊന്നുമില്ല എന്ന് പറയുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അമിത്ഷാ പറഞ്ഞൊരു വാക്യം കൂടി, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൂടി ഇവിടെ ശ്രദ്ധേയമാകുന്നു. പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാണ്, അതിന് നാം രക്തം ചീന്തേണ്ടതില്ല എന്ന്. കാരണം ഇപ്പോൾ പ്രക്ഷോഭം വളരെ കാലമായി അവിടെ നടന്നു വരുന്നതാണ്. ഒരു ഇടക്കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്ര വലിയ രൂക്ഷമായ രീതിയിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. അതായത് ഹൈവേകൾ മറ്റും ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് സൈന്യത്തിനോ മറ്റോ എത്തി ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ബലൂചിസ്ഥാന് പിന്നാലെ പാക് അധിനിവേശ കാശ്മീരും വിട്ടുപോവുകയാണെങ്കിൽ പാകിസ്ഥാൻ മൂന്നായി ഛിന്ന ഭിന്നമാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.